ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഉണ്ണിക്കുട്ടൻ ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 സയൻസ് എക്സ്പെരിമെന്റ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. മച്ചാമാരെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് നിറയെ ഇത്ര ഒരു മുക്കാൽ ഭാഗവും വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു മാച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്ക് നമുക്ക് അങ്ങനെ വാട്ടർ പ്രൂഫ് ആക്കാമെന്നാണ് നോക്കാൻ പോണേ. അപ്പോൾ അതിനായി നമ്മളിവിടെ ഒരു ഫേവ് കുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫേവ് കുക്ക് അല്പം വെട്ടിലുണ്ടെന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേവ് കുക്ക് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കുക. ഇപ്പം ചാല ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി നോക്കുക. നമ്മളിപ്പം വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കത്തിച്ച് നോക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കത്തുന്നത്. അപ്പം ഇതാണ് എങ്ങനെയാണ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മാച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മെഴുകുതിരി ഒന്ന് കെടുത്താൻ നേരത്തെ അവിടെ ഒരു പുകയുണ്ടാവും. അപ്പോൾ ആ പുകയിലൊന്ന് തീ കൊടുത്ത് കഴിയുമ്പോഴേക്കും കത്തുന്നത് കാണാം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അവിടെ അടുത്തൊന്ന് ആ പുകയുടെ അടുത്തൊന്ന് കൊണ്ട് വെക്കുമ്പോഴേക്കും കത്തുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ശകലം വെള്ളം ഒന്ന് ഒഴിക്കുക. ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് എടുക്കണം. ഗ്ലാസ് എടുത്ത് മെഴുകുതിരി മൂടുന്ന രീതിയിലൊന്ന് വെക്കണം. മെഴുകുതിരി ആണതിന് ശേഷം അവിടെ വെള്ളം ഗ്ലാസിൻ്റെ അകത്തോട്ട് കയറുന്നത് കാണാം. ഇപ്പം 3 എക്സ്പെരിമെൻറ്റും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.